ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ. റഷ്യ പാകിസ്ഥാന് JF-17 വേണ്ടിയിട്ടുള്ള എഞ്ചിൻ സപ്ലൈ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള വാർത്ത അത് കംപ്ലീറ്റ്ലി ഫേക്ക് ന്യൂസ് ആണ്. റഷ്യ തന്നെ അതിനെ ഡിനൈ ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് റഷ്യ RD-93 ടർബോഫാൻ കാറ്റഗറിയിൽ വരുന്ന ആ ഒരു എഞ്ചിനാണ് പാകിസ്ഥാനിന് സപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഫേക്ക് ന്യൂസാണ് മൊത്തത്തിൽ അടിച്ചിറക്കിയിരുന്നത്. അതൊരു ഫേക്ക് ന്യൂസാണ്, അതൊരു ഫേക്ക് നറേറ്റീവാണ്. ഇന്ത്യയുടെ മൂല്യങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും റഷ്യ ചെയ്യില്ല എന്നുള്ളത് അടിവരയിട്ട് തെളിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊരു ഫേക്ക് ന്യൂസാണ്. റഷ്യ ഇന്ത്യക്കെതിരെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല, അത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളുടെ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ചീഫായിട്ടുള്ള AP സിംഗ് കുറച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ ഇതുവരെ പുറത്തു വിടാതിരുന്നത്, ഒഫീഷ്യലി പുറത്തു വിടാതിരുന്നത് അമേരിക്ക നമ്മളുടെ ഒരു സുഹൃത്ത് രാജ്യമാണ്, അവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിലാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിമം ഡീസൻസി കീപ്പ് ചെയ്തതാണ് ഇന്ത്യ. ഇതിനകത്ത് രണ്ടുപേര് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ആർമിയുടെ ചീഫായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി, രണ്ട് AP സിംഗ് എയർഫോഴ്സിന്റെ ചീഫ്. ഇപ്പോൾ നമ്മൾ എയർഫോഴ്സിന്റെ ചീഫ് പറയുന്ന വിഷയങ്ങളെ ജസ്റ്റ് ഒന്ന് ഡീകോഡ് ചെയ്യാം. 5 F-16 ഫൈറ്റർ ജെറ്റ് ഇന്ത്യ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. 5 ഫൈറ്റർ ജെറ്റ്, 5 F-16 ഫൈറ്റർ ജെറ്റ്. F-16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡായിട്ട് ലോകമെമ്പാടും കൂവി വിൽക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് F-16 എന്ന് പറയുന്നത്. F-16 ഇപ്പം ഈ ഇടയായിട്ട് നിരവധി മേഖലകളിൽ അടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഉക്രൈൻ ഉപയോഗിക്കുന്ന സമയത്ത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഏതോ 2-3 F-16 ഒക്കെ റഷ്യ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഇന്ത്യ ഈ ഒരു 5 F-16 അടിച്ച് വീഴ്ത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ ആദ്യമൊക്കെ 5 ബിഗ് ബേർഡ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ട്രംപും ഇതിനെ ഫൈറ്റർ ജെറ്റുകൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആരുടെ ഫൈറ്റർ ജെറ്റാണ്, പാകിസ്ഥാൻ്റെതാണോ അല്ലെങ്കിൽ ഇന്ത്യയുടേതാണോ എന്നുള്ളത് ട്രംപ് തന്നെ പുറത്ത് പറയാത്തതിൻ്റെ കാരണം അത് F-16 ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് അത് റഷ്യയുടെ ഫൈറ്റർ ജെറ്റാണ് അല്ലെങ്കിൽ ഇന്ത്യ ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിച്ചേനെ. അതുപോലെ 3 JF-17 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അത് ചൈനയുടേതാണ്, അതും ഇന്ത്യ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് ഒരു അവാക്സ് കാറ്റഗറിയിൽപ്പെട്ട എയർബോൺ ത്രെട്ടുകളെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ എയർക്രാഫ്റ്റ്, അത് ഏതാണ്ട് ഒരു കാർഗോ എയർക്രാഫ്റ്റിൻ്റെ അത്ര തന്നെ വലുപ്പം ഉണ്ടാവും. അത് സ്വീഡൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും ഇന്ത്യ എയറിൽ തന്നെ വെച്ച് അടിച്ചങ്ങ് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ആ ഒറ്റ ഒരു അവാക്കസ് എയർക്രാഫ്റ്റ് ഐസ് ഓൺ ദ സ്കൈ എന്നാണ് വിളിക്കുന്നത്. അത്തരം വിജിലൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന കപ്പാസിറ്റിയുള്ള ആ ഒറ്റൊരു എയർക്രാഫ്റ്റിൻ്റെ വില മാത്രം 2300 കോടി വരും എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ 5 ഫൈറ്റർ ജെറ്റുകൾ പാർക്കിംഗ് സ്ലോട്ടിൽ നിർത്തി വെച്ചിരുന്നത്, ഒരു ഹാങ്കർ, അതുപോലെ തന്നെ 4 റഡാർ സിസ്റ്റംസ്, 2 കമാൻഡ് സെൻറ്റേഴ്സ്, ഒരു C-130 ഗ്ലോബ് മാസ്റ്റർ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആ വലിയ ഒരു കാർഗോ എയർക്രാഫ്റ്റ്, ഇത്രയും അടിച്ച് തൊലച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ പ്രിസൈസ് ആയിട്ട്, അതുപോലെ തന്നെ വെറും 50 മിസൈലുകൾക്ക് താഴെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെറും 84 മണിക്കൂർ ടൈം ലൈനിൽ ഇന്ത്യ പാകിസ്ഥാന്റെ നടു ഒടിച്ച് കൈ കൊടുത്തെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാകിസ്ഥാൻ മുട്ടുമടക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ മിലിറ്ററി വിങ് ഹെഡ് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയെ വിളിച്ച് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് അവർ വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ചീഫ് തന്നെ ഈ വിഷയം പുറത്തിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ഡോക്യുമെന്റേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും, പൂർണ്ണമായ തെളിവുണ്ടാവും. പിന്നെ കൂടുതൽ ഇതിനകത്ത് ആരെങ്കിലും ചെകഞ്ഞ് ചോദിക്കുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യ അതിന്റെ തെളിവും കൂടി പുറത്തുവിടുന്നതായിരിക്കും. പാകിസ്ഥാന്റെ ഇപ്പം ഇത്രത്തോളം ഈ പാകിസ്ഥാന്റെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഫൈറ്റർ ജെറ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് UN വരെ പോയി പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ത്യ കൃത്യമായ ഡേറ്റ സഹിതം കാര്യങ്ങൾ പുറത്ത് വിളിച്ച് പറയാൻ നിർബന്ധിതരായത്. അമേരിക്ക എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ രാജ്യം അവരുടെ ആ ഒരു ഫൈറ്റർ ജെറ്റ് F-16 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ മാർക്കറ്റ് ഇടിച്ച് താഴ്ത്തണ്ട, അവർ സുഹൃത്ത് രാജ്യമാണ്, കുറച്ച് മാന്യമായിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ കുറച്ച് സംയമനം പാലിച്ചതാണ്. പക്ഷേ അവർ ഇന്ത്യയുടെ തലയ്ക്ക് മേളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഈ കൂടും കുടക്കയും പെട്ടിയുമായിട്ടൊക്കെ മലപ്പുറം കത്തിയുമായിട്ടൊക്കെ സൂട്ട്കേസുമായിട്ടൊക്കെ പോയി അമേരിക്കയിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അതിലുപരിയായിട്ട് ഇപ്പം ഇന്ത്യക്കെതിരെ മിലിറ്ററി ബേസും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. ഈ സർക്രീക്ക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്ലെയിം, ഇതെല്ലാം തന്നെ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇത് പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇനി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ മാപ്പ് ഞാൻ അങ്ങ് മാറ്റി വരയ്ക്കും എന്നാണ് പറഞ്ഞത്. ഇതിനേക്കാളും കൃത്യമായ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു താക്കീത് പാകിസ്ഥാൻ കൊടുക്കാനില്ല. ഇടയിൽ പാകിസ്ഥാന്റെ മാപ്പ് ഞാൻ അങ്ങ് മാറ്റി വരയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് പുറത്തു പോകുന്നത്. പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഈ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വരുന്ന ഭീഷണി. ഇത് ഭീഷണി തന്നെയാണ്. कि हो सकता है पाकिस्तान को सोचना पड़े कि उसके इतिहास में भूगोल में रहना है कि नहीं रहना है। अगर उसे भूगोल में अपनी जगह बनानी है तो उसके लिए उसके जो स्टेट स्पॉन्सर टेररिज्म जिसको हम बोलते हैं, यानी कि उसका देश जो टेररिज्म को स्पॉन्सर कर रहा है उसे रोकना पड़ेगा। तो आप अपनी पूरी तैयारी करके रखिए, और अगर परवरदिगार चाहेंगे, भगवान चाहेंगे, वाहिगुरु चाहेंगे तो बहुत जल्दी ही आपको मौका मिलेगा। उसके लिए ऑल द बेस्ट। जय हिंद। കൃത്യമായിട്ടുള്ള താക്കീത്.
നീ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുടെ ചോദിച്ചപ്പോൾ ജയശങ്കർ പറഞ്ഞത് നമ്മൾ നടത്തിയത് യുദ്ധമല്ല. ഏതാണ്? ഇന്ത്യ നടത്തിയത് യുദ്ധമല്ല. ഇന്ത്യ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അത് തീവ്രവാദികൾക്കെതിരെ നമ്മൾ എടുത്ത ആന്റി ടെററിസ്റ്റ് ആക്ട് ആണ്. അതാണ് നമ്മൾ ചെയ്തത്. തീവ്രവാദികൾക്കെതിരെയാണ് നമ്മൾ പൊരുതിയത്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. അല്ലാതെ നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധമൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് പ്രിസൈസ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു യുദ്ധം എങ്ങനെ തുടങ്ങണം, അത് എത്ര കൃത്യമായിട്ട് അവസാനിപ്പിക്കണം, ഏത് മൊമെന്റിൽ അവസാനിപ്പിക്കണം, ഇതൊക്കെ ഇന്ത്യ കണ്ട് പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്രായേൽ ഗാസ തുടങ്ങിയിട്ട് എത്ര നാളായി? റഷ്യ ഉക്രൈൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആഫ്രിക്കയിൽ പല രാജ്യങ്ങളും ഏതാണ്ട് 10-30ഓളം യുദ്ധങ്ങൾ ഈ ലോകത്ത് ചെറുതും വലുതുമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വർഷങ്ങളായിട്ട് ഇങ്ങ് നടക്കുകയാണ്. പക്ഷേ ഇന്ത്യ നോക്കൂ, വളരെ പ്രിസൈസ് ആയിട്ട്, അതായത് നമ്മൾ ഒരിക്കലും ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് വരേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിനും നമ്മുടെ GDPക്കും നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും വേണ്ടിയൊക്കെയാണ് നമ്മൾ പണിയെടുക്കുന്നതെന്നുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടി എന്താണോ നമ്മളുടെ ടാർഗറ്റ്, ആ ടാർഗറ്റ് മാത്രം നമ്മൾ കൃത്യമായിട്ട് അറ്റാക്ക് നടത്തി നമ്മൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രിസൈസ് മെത്തേഡ് ഓഫ് റിറ്റാലിയേഷൻ, ഇത് കൃത്യമായിട്ട് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ഈ ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ്. എല്ലാ യുദ്ധങ്ങളും നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ഒന്ന് എടുത്ത് ചാടി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എവിടെ നിർത്തണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ തിരിച്ചു വരണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ കിടന്ന് എഴയുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ത്യ വളരെ പ്രിസൈസ് ആയിട്ട് കാര്യം നടത്തി അവിടെ 9 സ്പോട്ടുകൾ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്ത് ഏതാണ്ട് കോടിക്കണക്കിന് നഷ്ടമാണ് ഇന്ത്യ ഒരു 80 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാനെ സമ്മാനിച്ചത്. ട്രംപ് പറഞ്ഞ $1 ട്രില്യൺ നഷ്ടം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ, ആ നഷ്ടം വേറെ ഒന്നുമില്ല, ഇതാണ് ആ നഷ്ടം. ഏതാണ്? F-16 ഫൈറ്റർ ജെറ്റുകൾ. F-16 ഫൈറ്റർ ജെറ്റുകൾ, അതാണ് നഷ്ടം. അല്ലാതെ ട്രംപിന് വേദനിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ഇല്ലായിരുന്നു. അതായത് ആദ്യമേ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആർമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർമിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ആർമി തന്നെയാണ് നമ്മൾക്ക് ഇന്നത് മുതൽ ഇന്നത് വരെ, അതായത് A to B അല്ലെങ്കിൽ A to D അല്ലെങ്കിൽ A to Z എന്നുള്ള രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തത്. ആർമി തന്നെയാണ് പൂർണ്ണമായിട്ടും ഈ യുദ്ധം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിന് പൊളിറ്റിക്കലി ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെന്റും സമ്മർദ്ദവും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇല്ലായിരുന്നു എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആർമി ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ആ ഒരു അനുമതി സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരുന്നു എന്നും കൂടിയാണ് പുള്ളിക്കാരൻ കൂട്ടിച്ചേർക്കുന്നത്. ഇതിലൂടെ ഇന്ത്യ തെളിയിക്കുന്നത് ഇന്ത്യയുടെ ടെക്നോളജിക്കൽ സുപ്രീമസിയാണ്. ഈ ടെക്നോളജിക്കൽ സുപ്രീമസി അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. ഇത് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് അക്യൂർ ചെയ്തെടുത്തതാണ്. കാരണം പാകിസ്ഥാന് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്ത് തന്നെ 8ാമത്തെ ഏറ്റവും വലിയ ഡിഫൻസ് ടീമാണ് പാകിസ്ഥാൻ. ആ 8ാമത്തെ ഡിഫൻസ് ടീമിനെയാണ് ഇന്ത്യ വെറും 50 മിസൈലുകൾക്ക് മാത്രം താഴെ ഉപയോഗിച്ചുകൊണ്ട് നിലം പരിശാക്കിയത്. ഇതിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ എയർ ഡിഫൻസിൽ ഇന്ത്യ ഒരു സാധനം ഇൻടാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടേതായിട്ടുള്ള കണ്ടുപിടുത്തത്തിൽ നിർമ്മിച്ച പിനാക്ക മിസൈൽ സിസ്റ്റം. ഈ പിനാക്ക മിസൈൽ സിസ്റ്റം വളരെ നിർണായകമായിട്ടുള്ള റോളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ വഹിച്ചത് എന്നാണ് എയർഫോഴ്സിന്റെ ചീഫായിട്ടുള്ള AP സിംഗ് പറഞ്ഞു വെച്ചത്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ AK-630 എന്ന് പറഞ്ഞ എയർ ഡിഫൻസ് ഗണ്ണ്, ഇത് നമ്മൾ ഈ ഇന്ത്യയുടെ പാകിസ്ഥാൻ ആ ബോർഡറിൽ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നമ്മൾ പാകിസ്ഥാന് നേരെ ഇത് അങ്ങ് ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് പുതുതായിട്ട് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തതാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു സർക്രീക്ക് റീജിയനെ ചൊല്ലി ഇപ്പോൾ നിലവിൽ ഒരു ടെൻഷൻ റൈസ് ആയി വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ബോർഡറുകളിൽ ഉടനീളം AK-630 എന്ന് പറഞ്ഞ ആ ഒരു എയർ ഡിഫൻസ് ഗണ്ണ് ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ്. രാജ്നാഥ് സിംഗ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് തീവ്രവാദികൾക്കെതിരെയാണ് ആക്രമണം നടത്തിയത്. അത് നമ്മളുടെ റൈറ്റ്സ് ആണ്. നമ്മൾ ആരുടെയും മതം ചോദിച്ചിട്ടല്ല തീവ്രവാദികൾക്കെതിരെയുള്ള നടപടി എടുത്തത്. മനസ്സിലായല്ലോ? ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിലുണ്ടല്ല. അതിൽ കൂടുതൽ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.